ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026-2027 അക്കാദമിക് വർഷത്തെ 6th വർക്കിംഗ് ഡേ ജൂൺ 8-ാം തീയതിയാണ്. 6th വർക്കിംഗ് ഡേയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണിത്. നമുക്ക് HM ലോഗിനിലാണ് പ്രവേശിക്കേണ്ടത്. HM ലോഗിനിൽ 6th വർക്കിംഗ് ഡേ എന്നൊരു ടാബുണ്ട്. ഈ ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് 6th വർക്കിംഗ് ഡേയിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ആർക്കൈവ്സ്, സർക്കുലർ, UID അനാലിസിസ്, പെർഫോമ 1, പെർഫോമ 2 ഇങ്ങനെ വിവിധ ടാബുകൾ ഈ 6th വർക്കിംഗ് ഡേയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഇതിൽ ആദ്യം കാണുന്നത് സ്കൂൾ പെർഫോമയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുണ്ടെങ്കിൽ, പ്രധാനമായും ഇതിൽ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തേണ്ടതായിട്ട് വരാറില്ല. ഇതിൽ ഏതെങ്കിലും തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ സ്കൂളിൻ്റെ പേരിൽ ഏറ്റവും മുകളിൽ വെച്ചിട്ട് കാണുന്ന സ്കൂളിൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലാവശ്യമായ തിരുത്തലുകൾ തന്നെ വരുത്താവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് UID അനാലിസിസ് എന്ന ടാബാണ്. ഇവിടെ UID അനാലിസിസ് എന്ന ടാബ് കാണാം. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം കാണാം, വാലിഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കാണാം, അതുപോലെ തന്നെ ഇൻവാലിഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതുപോലെ UID ഇല്ലാത്ത കുട്ടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ നമ്പർ ഇവിടെ കാണുന്നുണ്ട്. 5A-യിലാണ് ആ കുട്ടി ഉള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക്, പ്രൊഫൈലിലേക്ക് പോകുന്നതാണ്. ഇവിടെ കുട്ടിയുടെ പേര്, വിവരങ്ങൾ ആധാറുമായി പരിശോധിച്ച്, അതുപോലെ അഡ്മിഷൻ രജിസ്റ്ററുമായിട്ടൊക്കെ തന്നെ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ സമ്പൂർണ്ണയിൽ എഡിറ്റ് വരുത്താൻ കഴിയുന്നതാണ് എങ്കിൽ എഡിറ്റ് വരുത്തിയതിന് ശേഷം നമുക്കിവിടെ സിങ്ക് സ്റ്റുഡൻസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡായി വാലിഡിറ്റി ഇൻവാലിഡ് എന്നുള്ളത് മാറി വരുന്നതാണ്. ഇനി അത്തരത്തിൽ മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിലും ആധാറിലും ഒക്കെ തന്നെ കൃത്യമായിട്ട് വളരെ ശരിയാണ്, പേര് വിവരങ്ങളെല്ലാം തന്നെ ശരിയാണ്, പേര് വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്നിട്ടും ഇൻവാലിഡ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഇൻവാലിഡ് UID വെരിഫിക്കേഷൻ എന്നൊരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ കുട്ടിയുടെ റീസൺ സെലക്ട് ചെയ്തുകൊണ്ട് ആധാർ നമുക്ക് അറ്റാച്ച് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറ്റത് ബന്ധപ്പെട്ട പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിഹരിച്ചു തരുന്നതാണ്. ഇതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചോദിക്കേണ്ടത് 6th വർക്കിംഗ് ഡേയിലെ പെർഫോമ 2 ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടാബാണ്. പെർഫോമ 2-ൽ ഓൾറെഡി തന്നെ കുട്ടികളുടെ വിവരങ്ങളുടെ നമ്പറുകൾ അവിടെ തന്നെ നമുക്ക് കാണാം. ആദ്യം പരിശോധിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണമാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം, ആകെ കുട്ടികളുടെ എണ്ണം, SC, ST, മുസ്ലിം, അതർ മൈനോരിറ്റി എന്നുള്ളത് ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധി, പാഴ്സി എല്ലാ വിഭാഗങ്ങളും വരും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രിസ്ത്യൻസിലെ ജനറലും OBCയും എല്ലാ കുട്ടികളും തന്നെ അതർ മൈനോരിറ്റിയിലാണ് വരുന്നത്. അതുപോലെ OBC അതർ ദാൻ മുസ്ലിം എന്നുള്ളത് മുസ്ലിംസിനെയും അതുപോലെ ക്രിസ്ത്യൻസിനെയും ഒഴിവാക്കിയിട്ടുള്ള OBC ആണ്. പ്രധാനമായും ഹിന്ദു OBC വിഭാഗങ്ങളാണ് ഇതിൽ വരിക. ഇനി അതേഴ്സ് എന്നുള്ളത് ഹിന്ദു, ജനറലും അതുപോലെ OEC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ് അതേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത് ക്ലാസ്സിൽ നിന്നും ഇൻഡിവിജ്വലായി കണക്കെടുത്തതിന് ശേഷം അതിന് ടോട്ടൽ നോക്കി ആ ടോട്ടലും ഈ ടോട്ടലും ഇതിൽ ടാലി ആണോ എന്ന് നോക്കുന്നത് വഴി നമുക്ക് എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് കഴിയും. അതിനൊരു ഫോർമാറ്റ് ഇവിടെ ആ ഒരു ബ്ലോഗിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബ്ലോഗിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. പിന്നീട് പരിശോധിക്കുന്ന മീഡിയം അടിസ്ഥാനത്തിൽ ഉള്ള കുട്ടികളുടെ എണ്ണമാണ്. മലയാളം മീഡിയത്തിലും അതുപോലെ ഇംഗ്ലീഷിലെയും കുട്ടികളുടെ എണ്ണം കാണാം. അത് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അതിലേതെങ്കിലും തരത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ ഇവിടെയൊക്കെ കാണുന്ന ഈ നീല നിറത്തിൽ കാണുന്ന നമ്പറുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊന്നാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള കുട്ടികളുടെ എണ്ണം. അതുപോലെ മലയാളമാണെങ്കിൽ ആ മലയാളം പോസ്റ്റിന് വേണ്ടിയിട്ടാണ്. സാൻസ്ക്രിറ്റിലെ കുട്ടികളുടെ തന്നെ സാൻസ്ക്രിറ്റ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അറബിക്കിലെ കുട്ടികൾ അറബിക് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ആ എണ്ണം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അതിനുശേഷം നാളെ ഇവിടെ ലഭ്യമാകുന്ന കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു 6th വർക്കിംഗ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.